നാരായണം നമസ്കൃത്യം ജീവനോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ശ്രോതാക്കൾക്ക് നമസ്കാരം. ഹരിവംശ പ്രഭാഷണത്തിന്റെ 22ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് പറയുന്നത് വൃന്ദാവനത്തിലേക്ക് അവർ പ്രവേശിച്ചു. വൃന്ദാവനത്തിലെ വർണ്ണന, യമുനാ നദിയുടെ വർണ്ണന, കാളിയമർദ്ദനം മുതലായ വിഷയങ്ങളാണ്. നേരത്തെ പറഞ്ഞു അവര് വൃന്ദാവനത്തിലേക്ക് പോയി. അതിനിടയ്ക്ക് രസകരമായിട്ട് ഹരിവംശത്തിൽ പറയുന്ന വൃന്ദാവനത്തിലേക്ക് പോകാൻ ഒരു കാരണം, ഈ സ്ഥലം കുറേയൊക്കെ മടുത്തു കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ കൃഷ്ണനും എല്ലാവരും കൂടി ആലോചിച്ചിട്ട് ഇവിടെ വിട്ടു പോകാമെന്ന് പറഞ്ഞതാണ്. ഭാഗവതത്തിലെ ഗോപന്മാരും മുതിർന്നവരായ ഗോപന്മാരും ആലോചിച്ചിട്ടാണ് ഈ അമ്പാടിയിൽ നിന്ന് ഗോകുലത്തിലേക്ക് പോകുന്നത്. കാരണം ധാരാളം ദുർനിമിത്തങ്ങൾ കണ്ടു. അപ്പോൾ ഉപനന്ദൻ ഒരാൾ പറഞ്ഞു, അതൊക്കെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ചൊരു വ്യത്യാസത്തോടെ പറയുന്നത്, കൃഷ്ണൻ തൻ്റെ മായ കൊണ്ട് അനേക ചെന്നായ്ക്കളൊക്കെ സൃഷ്ടിച്ചു എന്നാണ്. അത് ഭാഗവതത്തിലൊന്നും കാണാത്തൊരു സംഗതിയാണ്. അപ്പോൾ ഈ ചെന്നായ്ക്കൾ വന്നിട്ട് പശുക്കുട്ടികളെയും പശുക്കളൊക്കെ ആക്രമിച്ചു. ഇത് വലിയ ശല്യമായി. അപ്പോൾ ഇവിടെ വിട്ടു പോകാമെന്ന് അവർ വിചാരിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. കൃഷ്ണൻ ഇങ്ങനെ പറയുന്നുണ്ട്, ആര്യ ഗോപന്മാരുമൊത്തി കാട്ടിൽ വയ്യ കളിക്കുവാൻ, ഇതൊക്കെ നമ്മൾ കയറി ഭുജിച്ചുള്ള ഒരു കാനനം, പുല്ലും വിറകുമില്ലാതായി ഗോപവൃക്ഷം മുറിച്ചുവേ. ഇനിയിപ്പോൾ നമ്മൾ കുറേ കാലം കഴിഞ്ഞു, വൃക്ഷങ്ങളൊക്കെ മുറിച്ചു, സ്വാഭാവികമായിട്ട് താമസിക്കേണ്ടി വരുമ്പോഴുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് പുല്ലും മുറകൊക്കെ നശിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ എന്താണ്, ഈ അരണ്യം സ്വല്പജലം സ്വല്പകക്ഷം നിരാശ്രയം, വിശ്രമം തേടിയിട്ടുണ്ടെന്നായി ദാരുണം വിരളം ദ്രുമം വൃക്ഷങ്ങളൊക്കെ വളരെ കുറവേ ഉള്ളൂ, പുല്ലൊക്കെ തീരെയാണ്, കുറേ കാലം പശുക്കൾ മേഞ്ഞല്ലോ, അതുകൊണ്ട് ഇവിടെ വിട്ട് പോയിക്കളയാന്ന് പറഞ്ഞു. ഇത് കൃഷ്ണനും ബലരാമനും തമ്മിലുള്ള ഒരു ആലോചനയാണ്. മുതിർന്നവരൊന്നും അതിൽ പങ്കെടുക്കുന്നതായിട്ട് ഇവിടെ പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനേക്കാൾ അപ്പുറത്ത് ഒരു സ്ഥലത്ത് പോകാമെന്നാണ്. വിറകും കാട്ടിലുണ്ടാകും ചാകവും വിറ്റു കേവലം, പുൽക്കൂട്ടവും പോയി ഓരി ഘോഷം നഗരമട്ടിലായി. അതുകൊണ്ട് ഇവിടെ വിട്ടിട്ട് എന്നാൽ മറ്റു വനം പോക പുതുപ്പുൽ വിറകുള്ളിടം, പുതിയ പുല്ലും പുതിയ വിറകും ഒക്കെ കിട്ടും. ഉണ്ടിന്നാത്ത പുല്ല് തിന്ന് അനിച്ഛിക്കുന്നു പശുക്കളും. ഒരേ സ്ഥലത്ത് മേഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏത് ജീവികൾക്കും കുറച്ച് വൈരസ്യം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് പുതിയ കാട്ടിലേക്ക് പോവാം, അവിടെ പശുക്കൾക്ക് വലിയ സന്തോഷമാകുന്നൊക്കെ പറഞ്ഞിട്ട് അതിപ്പോൾ മുതിർന്ന ആളുകൾ സമ്മതിച്ചോളുന്നില്ല. അതുകൊണ്ട് അവരെ അതിന് പ്രേരിപ്പിക്കാമെന്നൊക്കെ ഉള്ള കൃഷ്ണൻ ചില വിദ്യകളൊക്കെ ചെയ്തു എന്നാണ്. അങ്ങനെയാണ് അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം എന്നേവം ബുദ്ധിമാനാകും വാസുദേവന് രക്ഷവേ. കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉണ്ടായി വന്നു വളരെ രക്തമാംസ വസാശികൾ, രക്തവും മാംസമൊക്കെ കഴിക്കുന്ന മജ്ജകത്തിനുണ്ടായ ചെന്നായിക്കൂട്ടങ്ങളെ സൃഷ്ടിച്ചു ഞാൻ. അത് ഭഗവാന്റെ ദേഹത്ത് തന്നെ ഉണ്ടായി. ഞാൻ ഘോരങ്ങൾ അവൻ ഓർക്കുമ്പോൾ തൻ്റെ ദേഹത്ത് നിന്നുടൻ പുറപ്പെട്ടു മുറ്റുമേറെ ചെന്നായ്ക്കൾ ഭയകാരികൾ. ഭയപ്പെടുത്തുന്ന രീതിയിൽ നാല് പറയുന്ന ചെന്നായ്ക്കൾ ഓടിക്കൂടി പല പശുക്കുട്ടികളെയും പശുവിനൊക്കെ ആക്രമിച്ചു. അപ്പോൾ ഇവിടെ കഴിയാൻ വിഷമമെന്ന് ആർക്കും തോന്നുമല്ലോ. അങ്ങനെ അന്തരീക്ഷം കൃത്യമായിട്ട് ഉണ്ടാക്കി എന്നാണ് ഇവിടെ പറയുന്നത്. രാത്രി കുട്ടികളെ കട്ടുമവ ഭഞ്ചിക്കായി വ്രതം, കാട്ടിൽ ചെന്നിടുവാൻ വയ്യ കാക്കാൻ വയ്യ പശുക്കളൊക്കെ രക്ഷിക്കാൻ വിഷമായി. ചെന്നായ്ക്കൾ കൂട്ടമായിട്ട് ആക്രമിച്ച് വലിയ മൃഗങ്ങളെ പോലും വിഷമത്തിലാക്കും. ഇതൊക്കെ കണ്ടപ്പോൾ അവർക്കും എന്ത് ചെയ്തു, പോയി കളയാൻ തോന്നി. ജനങ്ങൾ തമ്മിൽ ഇങ്ങനെ പലതും പറഞ്ഞു. നമുക്ക് പാർക്കാൻ വയ്യെങ്ങ് മറ്റ് വൻകാട് പോകണം, സുഖമായി പാർത്തിടാവുന്നു പശുക്കൾക്കും സുഖാവഹം. ഇനി ഇവിടെ കഴിച്ചുകൂട്ടാൻ വിഷമാണ്, സൗകര്യമുള്ള കാട്ടിലേക്ക് പോവാം എന്നൊക്കെ അവർ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ജനങ്ങളെ പ്രേരിപ്പിച്ചു കൃഷ്ണൻ്റെ മായ കൊണ്ട്. എന്നുണ്ണി എൻ തമ്പി എൻ്റെ വൈക്കിടാവെൻ്റെ വയ്യുമേ, ചെന്നായി കടിച്ചു ചത്തെന്നു കുടിതോറും കരച്ചിലാം. ഓരോ വീടുകളിൽ എൻ്റെ പശുക്കുട്ടിയെ ചെന്നായി പിടിച്ചു എന്നൊക്കെയുള്ള കരച്ചിലൊക്കെ ഉണ്ടായതാണ്. അപ്പോൾ പലർക്കും ഈ സ്ഥലം വിട്ടു പോകാം എന്നൊരു മനോഭാവം ഉണ്ടായി. അപ്പോൾ നന്ദഗോപുരാണ് ഒരു നേതൃത്വ സ്ഥാനമൊക്കെ ഉള്ള ആളാണ്. നന്ദഗോപുര് പറഞ്ഞു, ഇപ്പം നിങ്ങൾ തീർച്ചയാക്കൂ, ഇവിടുന്ന് പോകണോ കൊണ്ടു തീർച്ചയാക്കൂ, എന്നാൽ അതിനുള്ള ഒരുക്കം ചെയ്യാമെന്ന് പറഞ്ഞു. എല്ലാവരുടെ അഭിപ്രായത്തിൽ യോജിപ്പുണ്ടാവാൻ വേണ്ടിയാണ്. ഇപ്പോൾ താൻ തീർത്ഥയെത്തേണം, നിങ്ങൾ പോകുന്നതാകിലോ ശീഘ്രം കൽപ്പിക്കുവിൻ ഘോഷം തയ്യാറാക്കുക വൈകൊല. വലിയ താമസമില്ലാതെ തന്നെ പൊയ്ക്കളയാന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഈ കാളവണ്ടി കുതിരവണ്ടിയൊക്കെ തയ്യാറാക്കി വൃന്ദാവനത്തേക്ക് ഇവിടം വിട്ടുവാർപ്പിന് പോകുവിൻ,
എഴുന്നേൽക്ക നാം പോകാം. ഒരാൾ പറയാൻ തുടങ്ങി, എഴുന്നേൽക്കാൻ നടക്കുക, എന്താ ഇരിക്കുന്നത്, പോവല്ലേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അവർ ഏമാതിരി പുറപ്പെടുകയാണ്. തയ്യൽക്കുടങ്ങളും വസ്തുവകളൊക്കെ താരതമ്യേന അനവധിയായിട്ട് എടുക്കാനില്ല, എന്നാലും അവർ ഗോപാലവൃത്തി കൊണ്ട് കഴിയുന്നവരാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഉപകരണങ്ങൾ തയ്യൽക്കുടം, പാൽക്കുടവും തലക്കേറ്റിയ ഗോപികൾ വ്യോമാൽ താരാധനയ്ക്കൊപ്പം മൃതാൽ പോന്നു നിരങ്കവേ അവർ കൊങ്കമറച്ചുള്ള നീലവീതാരുണാംബരം പിന്നീ ഗോപികൾ പോകുമ്പോൾ ഉള്ളതും ശക്രജാപനിരപ്പടി. അവരൊക്കെ മനോഹരമായ വേടത്തോട് കൂടിയിട്ടൊക്കെ പാത്രങ്ങളൊക്കെ എടുത്തത്, ആ കടകോൽക്കയറും കെട്ടും ദേഹത്തിൽ തൂക്കി, അങ്ങനെ കുറേ വസ്തുക്കളൊക്കെ അവരുടെ ശരീരത്തിൽ തന്നെ തൂക്കിയിട്ടു എന്നാണ്. അങ്ങനെ തുടർന്നു. ആവൃതം നടയാൻ വണ്ടി നിരയാൻ മിന്നി ഏറ്റവും കാറ്റേറ്റ കപ്പലിളകി ചെല്ലും കടകണക്കിനെ ഘോര സംശയങ്ങളും പിന്നി കാക്കക്കൂട്ടം നിരന്നോ. എനിക്കാണ് അവരുടെ യാത്രയെ വർണ്ണിച്ചത്. വണ്ടികളൊക്കെ നിലനിലായിരുന്നു. വണ്ടിയിൽ സാധനങ്ങളൊക്കെ എടുത്ത് കയറ്റി വണ്ടി ചുറ്റും നിർത്തിയിട്ട അർത്ഥചന്ദ്രാകൃതിപ്പടി നടിയോജന വിസ്താരം നെടുനീളം ഇരട്ടിയായി വളർന്ന. ഇങ്ങനെ ഓരോന്നായിട്ട് തോന്നു. കടകോലും കയറ്റിവെച്ചു, കടകോൽ കയറും വരം. ഒക്കെയാണ് അവരുടെ ജീവിതവൃത്തിക്കുള്ള ഉപായങ്ങൾ, അവരുടെ ജീവനോപായങ്ങളാണ്. അതൊക്കെ എടുത്തു. അങ്ങനെ പുറപ്പെട്ടു. ഞാൻ കുറച്ച് വിസ്തരിച്ച് പറഞ്ഞു. തയ്യൽക്കുളം തൂണുകളിൽ കയറൊക്കെ കുട്ടി ഇണക്കിയും അതുകൊണ്ട് തൂണുകളോട് കെട്ടിവെച്ചു. വഴിക്കുന്ന കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്തു. വെള്ളം കയറ്റിക്കൊണ്ടും താൻ ആ വനം പാർത്ത് കണ്ടുമേ വിട്ടുപോകാണല്ലോ. അപ്പോൾ ഇതുവരെ താമസിച്ചിരുന്ന ആ സ്ഥലമൊക്കെ അവർ ഒരു വ്യഥയോടുകൂടി നോക്കിയിരുന്നു. അങ്ങനെ അവിടുന്ന് പുറപ്പെട്ടു. ഞാൻ കാമം കറക്കും ആ പൈക്കൾ, പക്ഷി ശബ്ദിക്കും ആ വനം, നന്ദനക്കാടിനൊക്കുന്ന ആ വൃന്ദാവനം അണഞ്ഞുതേ അത് വർണ്ണിച്ചത്. പിന്നീട് 10ാമത്തെ അധ്യായത്തിൽ ഒരു വർഷകാലം സമയിക്കാറുമാണ് ഗോകുലത്തു നിന്ന് വൃന്ദാവനത്തെത്തിയ. അപ്പോൾ അവിടെ ആ മഴക്കാലത്തിൻ്റെ ഭംഗിയും മഴക്കാലത്തുണ്ടായ പ്രകൃതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ വർണ്ണിക്കുകയാണ് ഈ 10ാം അധ്യായം ചെയ്യുന്നത്. 43 ശ്ലോകങ്ങൾ കൊണ്ട് വർണ്ണനയാണ്. അവിടേക്ക് എന്താ ചെയ്ത്, അവിടെ എത്തിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു വേനൽ, അവരാ കാട്ടിൽ ഗോവരടും സുഖം. അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ വേനൽക്കാലം കഴിഞ്ഞു, മഴക്കാലം വന്നു. കരളിൽ കാമമാളിക്കും വർഷം വന്നിത് അതിനുമേൽ. പക്ഷേ കാമൊക്കെ വർദ്ധിക്കുന്നതാണ് വർഷകാലത്ത്. കാളിദാസൻ മേഘസന്ദേശമൊക്കെ കാണിക്കുന്നതാണ്. മഴക്കാറുകൾ ആകാശം കയറിയപ്പോൾ ആ യക്ഷനുണ്ടാകുന്ന കാമവിഭ്രാന്തികളൊക്കെ വർണ്ണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, അത് കണ്ട് പറയാണ്, കരളിൽ കാമമാളിക്കും വർഷം വന്നിത് അതിനുമേൽ എന്നൊക്കെ അത് ഉണ്ടായത്. നനഞ്ഞു പുതുവർഷത്താൽ ഇന്ദ്രഗോപഗണങ്ങളും. വർഷാരംഭത്തിൽ ഒരുതരം പുഴുവാണ് ഈ പറഞ്ഞ ഇന്ദ്രഗോപം എന്ന് പറയുന്നത്. അതൊക്കെ ധാരാളമായിട്ട് വന്നു. മഴ പെയ്തു, ശക്രജാപ മഞ്ചും വൻപിച്ച കാറുകൾ. അങ്ങനെ ഓരോ തരത്തിൽ വ്യത്യാസമുണ്ടായി. പല വൃക്ഷങ്ങളും ചെടികളുമൊക്കെ പൂത്തു കായ്ച്ചു. വഴികളൊക്കെ ചെടികളൊക്കെ നിറഞ്ഞിട്ട് കാണാതായി. ഇങ്ങനെ ഋതുക്കളെയും ഒക്കെ വർണ്ണിക്കുക പുരാണങ്ങളുടെ സമ്പ്രദായമാണ്. കാവ്യങ്ങളിൽ വർണ്ണിക്കുന്ന പോലെ പുരാണങ്ങളിലും അത്തരം വർണ്ണനകൾക്ക് ധാരാളമുണ്ട്. മഴ കൊണ്ടിട്ടനങ്ങാതെ ചിറകൊക്കെ നനഞ്ഞുമേ, മരക്കൊമ്പ് വിടാതായി ശ്രാന്തരെ പോലെ പക്ഷികൾക്ക് ഇഷ്ടംപോലെ പറന്നു കിടക്കാനുള്ള സൗകര്യങ്ങളില്ലാതായി. മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കെ ചിറക് നിറഞ്ഞ പക്ഷികൾ മരക്കൊമ്പിലൊക്കെ ഇരുന്നു. രസമായ വർണ്ണനയാണ്. ഇങ്ങനെ പറയാണ്, വെള്ളം നിറഞ്ഞങ്ങ് തൂകി മഴ പെയ്തും ഇരമ്പിയും തിങ്ങും പുതുക്കാറുകളിലായി മുങ്ങിപ്പോയി ദിവാകരൻ. കാർമേഘങ്ങളെ കൊണ്ടൊക്കെ സൂര്യപ്രകാശം പുറത്തത്ര വരാതായി, സൂര്യമണ്ഡലം തന്നെ മങ്ങിപ്പോയതുപോലെ തോന്നി. ആനകളൊക്കെ തുമ്പി പൊക്കി തലയുയർത്തി. എന്നിട്ട് ഇടികെട്ടെത്തും ആനകൾ, ഇടിശബ്ദം കേട്ടിട്ട് ആനകളൊക്കെ തുമ്പിക്കൈയൊക്കെ പൊക്കി നിന്നു. ഇങ്ങനെ ജീവജാലങ്ങളുണ്ടായ വ്യത്യാസങ്ങളൊക്കെ വർണ്ണിക്കാൻ ആ ചേർത്ത് വരാൻ പ്രത്യേകമായിട്ട് കൃഷ്ണനോട് പറഞ്ഞു. ഇതാ ഓരോ ദിക്കിലെയും കാഴ്ചകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൃഷ്ണ നോക്കൂ എന്ന് പറഞ്ഞിട്ട് സ്ഥിതി പറയാൻ. നോക്കൂ കൃഷ്ണ കറുത്തുള്ള അവലാകാഠ്യനങ്ങളെ, കാറുകളൊക്കെ നോക്കുന്നതാണ്. നിന്മയിൽ നിറം കെട്ടുവാനീൽ ഉയർന്നു അവറ്റിനെ. കറുത്ത ഈ കാർമേഘങ്ങൾ കണ്ടിട്ട് ഇതെല്ലാം പറയുന്നത്, കൃഷ്ണ നിന്റെ ശരീരത്തിൻ്റെ നിറം കട്ടെടുക്കുകയാണ് അവരൊക്കെ ചെയ്തത്. കാൺകടോ കൃഷ്ണ നീർ കൊണ്ടാ കരിങ്കാർ നിര മൂടിയും ഗോവർദ്ധനം പോലെ നന്നായി നിൽപ്പൂ ഗോവർദ്ധനാകലം. ഇല്ലെന്ന് ഇടകൊണ്ടെത്തിച്ച് ഗോവർദ്ധനപുരം പോലെ മേഘങ്ങൾ ഇങ്ങനെ ആകാശത്തിൽ കാണാനുണ്ട്.
ഇതാ വെള്ളം വീണ് ചുറ്റും മതത്തളിർവ് എന്നവ ശോഭിപ്പൂ കൃഷ്ണസാരങ്ങൾ കാട്ടിൽ മോദം എന്നവ. മാൻകിടാങ്ങളും മാനുകളൊക്കെ സന്തോഷത്തോടു കൂടി പുല്ലൊക്കെ വർദ്ധിക്കുമല്ലോ മഴക്കാലത്ത്, സന്തോഷത്തോടെ നടക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ വർണ്ണിച്ചു. എന്നിട്ട് പറഞ്ഞു, ആനപ്പട നിരന്നോണം നീരോലും കാതിരപ്പിനാൽ. ആനകൾ കൂട്ടം കൂട്ടായി പോകുന്ന പോലെ ആകാശമാർഗത്തിൽ കാർമേഘങ്ങൾ സഞ്ചരിക്കുകയാണ് ഒക്കെയാണ് ഇങ്ങനെ വർണ്ണിച്ചു. പിന്നെ യമുനാനദിയെ വർണ്ണിക്കുകയാണ് 11-ാം അധ്യായത്തിൽ. യമുനയുടെ ഭംഗിയൊക്കെ പറഞ്ഞു അവിടെ അനേക തരത്തിലുള്ളതായ ചെടികളൊക്കെ പൂത്ത് അതിൻ്റെ കരയ്ക്ക് പൂത്തും കായ്ച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ പലതരം പക്ഷികളുടെ ശബ്ദം, ഇതൊക്കെ പുരാണങ്ങളും കാവ്യങ്ങളൊക്കെ പുതിയുള്ള വർണ്ണനയാണ്. അനവധി പക്ഷികളുടെ ശബ്ദം ഉണ്ടായിരുന്നതാണ്. വണ്ടിളഞ്ചിന്നി വിലസും താമരപ്പൂ കണക്കിനെ കദംബ നീവ അർജുനപ്പൂ നിലകോർത്തുള്ള മാലയും വാനിൽ താരാമാല പോലെ തന്മൗലി വിളങ്ങിവേ. സമയത്ത് പല പൂക്കളും കിട്ടിയുണ്ടാക്കിയ മാലകളൊക്കെ അവർ ധരിച്ചു. പണവാദ്യം മുഴുക്കി എന്നൊക്കെയാണ് പറഞ്ഞത്. പണവാദ്യമാണെന്നും പർണവാദ്യമാണെന്ന് പറഞ്ഞു വെച്ചാൽ ഇല എന്നാണല്ലോ അർത്ഥം. അപ്പോൾ ഈ തെങ്ങിൻ്റെ ഓല അതിൻ്റെ ഇലയാണ്, അതുകൊണ്ടൊക്കെ ഓലപ്പീപ്പികളൊക്കെ വിളിച്ചു ഒക്കെ പറയുകയാണ്. യഥേഷ്ടം ഭംഗിയിൽ ഗോവർക്കുള്ള ഓടക്കുഴലൂതിയും അങ്ങനെ കുട്ടികൾ സുഖമായിട്ട് കളിച്ചു, ഗമിച്ചു, സഞ്ചരിച്ചു. നല്ലോല കാടുകൾ തോറുമേ വഴിക്ക് പച്ചപ്പുല്ലാണ്ടു ഓണണിഞ്ഞുള്ള വറ്റിലായി നൽ കടമ്പിലയും മരുതവൃക്ഷങ്ങളുടെ ഇലകൾ എന്ന് പറയാം. ഇങ്ങനെ ആ നദിയെ കുറച്ച് വിസ്തരിച്ച് വർണ്ണിക്കുന്നു. 10-40 ശ്ലോകങ്ങളിലാണ് വർണ്ണിച്ചത്. അങ്ങനെ അവിടെ ഭാണ്ഡീരം എന്ന് പറയുന്നതായ വലിയ പേരാലുണ്ടായിരുന്നു. അതിനടുത്ത് കളിക്കാനും അവരുടെ ചില സാധനങ്ങളൊക്കെ മരത്തിൻ്റെ കൊമ്പുകളിൽ കെട്ടിത്തൂക്കാനൊക്കെ അവർ ഉത്സാഹിച്ചു. ഭാണ്ഡീരമെന്ന പേരാലു ശൈലശൃംഗത്തിനൊപ്പമേ കണ്ടിട്ട് അവിടെ വാഴ്വാനായി കനൽ വെച്ചിടാൻ പ്രഭുവും. രാമനും കൃഷ്ണനൊക്കെ അവിടെ തങ്ങാമെന്ന് വിചാരിച്ചു. ആ സമയത്ത് അവർ പലതരത്തിലുള്ളതായ കളികളും കളിച്ചു. കുട്ടികളൊക്കെ പല തമാശകളും കാട്ടി സന്തോഷിപ്പിച്ചു, രമിപ്പിച്ചു. മഹാബാഹോ വന്യക്രീഡനങ്ങളാൽ ഇങ്ങനെ പാടിനാകില ഗോപന്മാരുള്ളിൽ മോദം എന്നവൻ. ഭാഗവതത്തിന് വൃന്ദാവനത്തിൽ ചെന്ന ഉടനെ കുട്ടികളെന്തൊക്കെ കളിച്ചതൊക്കെ വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്നില്ല. ചില ജ്യോതി ചില ഗുഹകളുടെ അടുത്ത് ചെന്നിട്ട് വലിയ ശബ്ദം ഉണ്ടാക്കി മാറ്റുലി കേൾക്കാനായിട്ട് ചില വലിയ പക്ഷികൾ ആകാശത്തൂടെ പറക്കുമ്പോൾ താഴേക്കൂടി അതിനെ അനുകരിച്ചുകൊണ്ട് അതിൻ്റെ നിഴലിലൂടെ ഓടി. ഇങ്ങനെ പലതും. വള്ളി ചുറ്റും മരമഴും യമുനക്കര പോകിനാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഈ യമുനാ തീരത്ത് നടന്നുകൊണ്ടിരിക്കുക. യമുനയിൽ വലിയൊരു കയം കണ്ടു എന്ന് പറയാണ്. കയം വലിയ ആഴമുള്ള സ്ഥലമാണ്. അവിടെ ഈ പക്ഷികളൊന്നും അങ്ങനെ കാണാനില്ല. ആ പാട് വിജനമായ സ്ഥലം പോലെ തോന്നിയാണ്. ആ ശ്രേഷ്ഠ നദിയിൽ ചുറ്റും അവർ കണ്ടു പെരും കയം ദീർഘം യോജന വിസ്താരം വാനവർക്കും സുദുസ്തരം. ആ കയത്തിലേക്ക് ചുഴിയിലേക്ക് ഇറങ്ങാൻ വിഷമായിരുന്നു, പക്ഷെ ക്ലേശമുള്ളതാണ്. അവിടെ മറ്റ് സ്ഥലങ്ങളിൽ, നദിയുടെ മറ്റ് സ്ഥലങ്ങളിൽ കാണുന്നത് പോലെ പക്ഷികളോ മൃഗങ്ങളൊന്നും കാണാനില്ല. ആണ് അവരുടെ ശ്രദ്ധ അതിൽ ചെന്ന് പറ്റാൻ കാരണം. നീർനായ്ക്കളും വിട്ടൊഴിഞ്ഞു നീർപക്ഷികൾ വിടിഞ്ഞുമേ. കുളക്കോഴി മുതലായ പക്ഷികളൊക്കെ ഉണ്ടാവും. ഈ ജലാശയങ്ങളിലുള്ള പക്ഷികളൊന്നും അവിടെ കാണാനില്ല. ആഴമ്പുണ്ടമ്പു നിറയെ കാനിറഞ്ഞമ്പരോപം. മഴക്കാലം എന്ന് പറഞ്ഞ പോലെ ഒരു ഇരുണ്ട സ്ഥലമായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടപ്പോൾ കൃഷ്ണന് മനസ്സിലായി ഇത് കാളിയൻ്റെ സ്ഥലമാണ്. കാളിയൻ്റെ വിഷത്തിനെ ഭയന്നിട്ടാണ് ജീവജാലങ്ങൾ ഇവിടെ അടുക്കാത്തത് എന്നൊക്കെ അദ്ദേഹം മനസ്സിലാക്കി. ഭാഗവത്തിൽ ഇങ്ങനെയല്ല. ഒരിക്കലും പശുക്കുട്ടികളെയും കുട്ടികളൊക്കെ കൂടി നടന്നുകൊണ്ടിരിക്കെ കുട്ടികളും പശുക്കുട്ടികളൊക്കെ അവിടുന്ന് വെള്ളം കുടിച്ചപ്പോൾ ഈ കാളിയൻ്റെ രൂക്ഷമായ വിഷം കാരണം ആ വെള്ളം കുടിച്ചിട്ട് കുട്ടികളൊക്കെ മരിച്ചു വീണു. ഭഗവാൻ തൻ്റെ അമൃത വഴിയുന്ന നോട്ടങ്ങളെ കൊണ്ട് അവർ ജീവിപ്പിച്ചു. ആ ഒരു കാരണം കൊണ്ട് ഈ കാളിയൻ ഇവിടെ ഇനി നിർത്തിക്കൂടാന്ന് ഭഗവാൻ ഉറച്ചു. പിറ്റേന്ന് വന്നിട്ട് കാളിയനെ മർദ്ദിച്ച് കാളിൻ്റെ അഹങ്കാരമൊക്കെ ശമിപ്പിച്ച കാളിയനെ അവിടുന്ന് പറഞ്ഞയച്ചു എന്നാണ്. ഇവിടെ അങ്ങനല്ല. ഇവിടെ ഈ കുട്ടികൾ മരിച്ചു പോയി എന്നുള്ള സംഗതികളൊന്നും പറയുന്നില്ല. അവിടെ ഇങ്ങനെ കണ്ടിട്ട് കൃഷ്ണനെ ചിന്തിച്ചു എന്നാണ്. ആ വൻപിച്ച കയം കണ്ട കൃഷ്ണൻ ചിന്തിച്ചത് ഇങ്ങനെ, ആലമ്പുണ്ട് വിളങ്ങിയിടൂ ഇപ്പെരും കയം ആരുടെ. ഇതാരായിരിക്കും ഇതിലൊക്കെ അധിപനായിരിക്കുന്നത്? എന്താണ് ഇവിടെ ജീവജാലങ്ങളൊന്നും കാണാത്തത് എന്നൊക്കെ മനസ്സിലാക്കി. എന്നിട്ട് വിചാരിച്ചു ഇത് യഥാർത്ഥത്തിൽ രാജാവായിരിക്കുന്ന നാഗരാജൻ്റെ സ്ഥാനമുള്ളവനായ കാളിയൻ്റെതാണ്. നാഗാശിയാം പക്ഷിരാജ ഗരുഡങ്കൽ ഭയന്തിനാൽ അവൻ ദുഷിപ്പിച്ചതാണ് ഈ യമുനാ നദിയൊക്കെയും.
ആ കാളിയൻ ഇവിടെ യമുനാ നദിയിൽ ഈ കയത്തിൽ വന്ന് താമസിക്കാൻ കാരണം ഗരുഡനെ ഭയന്നിട്ടാണ്. ഗരുഡനും സർപ്പങ്ങളും തമ്മിൽ നിതാന്തമായ ശത്രുത്വമുണ്ട്. അതിൻ്റെ കഥകളൊക്കെ നമ്മൾ മഹാഭാരതത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. കദ്രുവും വിനതയും തമ്മിലുണ്ടായ ഒരു പന്തയവും, ആ പന്തയത്തിൽ കദ്രു വിനതയെ വഞ്ചിച്ചുകൊണ്ട് വിജയം നേടിയതും അതിൻ്റെ ഫലമായിട്ട് സർപ്പങ്ങൾ അടിമത്തുണ്ടായതും ആ കഥകളൊക്കെ നേരത്തെ മഹാഭാരതത്തിൻ്റെ ആദ്യത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഗരുഡനോട് ഉള്ള ഭയം കൊണ്ട് ഈ കാളിനൂടെ വന്ന് താമസിക്കുകയാണ്. അവിടെ ഏതായാലും ഈ നദിയെ വിഷമുക്തമാക്കണം. എത്രയോ ജീവജാലങ്ങൾക്ക് ആശ്രയമായിരിക്കുന്ന നദി ഇങ്ങനെ ഒരാളുടെ അഹങ്കാരം കൊണ്ടും അയാളുടെ വിഷം കൊണ്ടും നശിപ്പിച്ചുകൂടാന്ന് കൃഷ്ണൻ മനസ്സുകൊണ്ട് ഉറച്ചുന്നാണ്. മൃതോപഭോഗ്യായി തീരും ഞാൻ നാഗത്തെ മഥക്കിയാൽ. അഹങ്കാരം ഞാൻ ഇല്ലാതാക്കുന്നില്ല. ആ സർപ്പരാജനുடைய ആ നിഗ്രഹം ഞാൻ നടത്തണം. നിഗ്രഹം എന്ന് പറയുമ്പോൾ കൊല്ലുമല്ല, ഇത് അതിൻ്റെ അഹങ്കാരമൊക്കെ ശമിപ്പിച്ചിട്ട് പറഞ്ഞേക്ക് ചെയ്തിട്ടുള്ളൂ. അതാണ് കാളിയ മർദ്ദനം എന്നാണ്, കാളിയ വധം ഉണ്ടായില്ല. ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ദേവതി വിട്ടുവന്നു. എന്നിട്ട് ഈ നദീതീരത്തുണ്ടായിരുന്ന വലിയൊരു കടമ്പ വൃക്ഷത്തിന് മേലെ കയറിയിട്ട് ആ നദിയിലേക്ക് കയത്തിനടുത്തേക്ക് എടുത്തു ചാടി. നിങ്ങൾ നാരായണത്തിലൊക്കെ മനോഹരമായി വർണ്ണിക്കുന്നുണ്ട്. അതിരുഹ്യതാണ് എന്നോട്ട് നിശ്ചിതമായ വർണ്ണനയുണ്ടല്ലോ. 3 ലോകത്തിൻ്റെയും ഭാരം വഹിക്കുന്നവനായ കൃഷ്ണൻ എടുത്തു ചാടിയപ്പോൾ ആ നദിയിലെ ജലം ആ പാടെ ഇളകി മറിഞ്ഞു എന്നൊക്കെ വിസ്തരിച്ച് വർണ്ണിക്കും. ഇവിടെ പറയുന്നത് കണ്ണൻ കടമ്പിന്മേൽ നിന്ന് തോന്നും കാറു കണക്കിന് കയത്തിൽ ചാടിയുണ്ടാക്കി ശബ്ദം അമ്പുജലോചനൻ. കണ്ണൻ ചാടുമ്പോൾ ഇളകി ചമഞ്ഞു യമുനക്കയം ഊക്കാതരച്ചോ വിളരും കൊണ്ടൽക്കാറു കണക്കിന്. പാപ്പാട് ഇളകി പറഞ്ഞു. ഈ ശബ്ദവും നദിയുടെ ഇടക്കൊക്കെ കണ്ടിട്ട് ദുഷ്ടനായ കാളി ഇതാരാണ് തൻ്റെ ആസ്ഥാനത്ത് വന്നിട്ട് തന്നെ അപമാനിക്കുമ്പോൾ വരുന്നതെന്ന് നോക്കിയതാണ്. പൊങ്ങി വെള്ളത്തിൽ നിന്നിട്ടു രോക്ഷക്ഷുദ്ധക്ഷണൻ ഫണി എന്നാണ് തർജ്ജമയത്. ക്രോധിച്ച കണ്ണുകളോട് കൂടിയവനായ ആ ഫണി, ഫണി എന്ന് പറഞ്ഞാൽ ഭണമുള്ളവൻ, ഫണി പാമ്പ് എന്നർത്ഥം. അതാകെ നോക്കി ആ സർപ്പരാജൻ കോപിച്ചു. കാർനിരപ്പുള്ളവൻ 5 ഫണങ്ങളോട് കൂടിയവനാണെന്നാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ചില പുരാണ ഭാഗവത്തിലൊക്കെ അനേക ഫണങ്ങളോട് കൂടിയവനാന്നേ പറയുന്നുള്ളൂ. അങ്ങനെയുള്ള ആ കാളിയൻ ക്രോധത്തോട് കൂടിയിട്ട് അടുത്തേക്ക് വന്നിട്ട് കൃഷ്ണനെ തൻ്റെ ശരീരം കൊണ്ട് അകപ്പാടെ ചുറ്റി വരിഞ്ഞ് നശിപ്പിച്ചിടാൻ വിചാരിക്കാൻ. വൻപിച്ച ഘോരമാമഞ്ചു പടങ്ങൾ ഇടചേർന്നവൻ അഗ്നിവർത്തസ്സുള്ളുടലാൽ കയം മുറ്റും നിറച്ചുടൻ രോഷത്താൽ പിടയും പാടു തേജസ്സാൽ ഉജ്ജ്വലിപ്പവൻ. ഇഷ്ടമുള്ള ആളാണ്. അകപ്പാടെ ക്രോധിച്ചു. തേജസ്സുള്ളവനായിരുന്നു. ആൾ വന്നിട്ട് ഈ ചെറിയ കൃഷ്ണനെ, കുട്ടിയാണല്ലോ, കുട്ടിയാ കൃഷ്ണനെ ശരീരം കൊണ്ട് ആകപ്പാട് ചുറ്റി വരിഞ്ഞ് നശിപ്പിച്ചിടാന്ന് വിചാരിച്ചു. അവൻ്റെ രോഷം കൊണ്ടിട്ട് ആ വെള്ളം വെന്ത വിധത്തിലായി എന്നൊക്കെയാണ് തർജ്ജമ. അതായത് ഈ വെള്ളമൊക്കെ കൂടിയിട്ട് ഈ വിഷത്തിൻ്റെ സാന്നിധ്യം കൊണ്ട്, വിഷജ്വാലകളെ കൊണ്ട് തിളയ്ക്കുന്ന വെള്ളം പോലെ കടുപ്പമുള്ളതായി തീർന്നതാണ്, ഉഷ്ണജലമായി തീർന്നു. കാളിന്തി പേടിച്ച വിധം മേൽപോട്ടൊഴുകിയപ്പോഴേ. കാളിന്തി നദികളൊക്കെ സാധാരണ ഒരു സ്ത്രീ രൂപത്തിൽ കൽപ്പിക്കും. കാളിന്തി ആകട്ടെ ഈ കാളി എന്ന ക്രോധവും കണ്ട് ഭയന്നിട്ട് താഴോട്ടൊഴുകുന്ന നദി മേലോട്ടൊഴുകിയതാണ്. അവൻ്റെ കോപാഗ്നി ഉഗ്ര ഗ്രാസ്യങ്ങൾ നിന്നേന്തി വായും സർപ്പത്തിന് വായിൽ നിന്നേന്തി പുകയോടൊത്ത തീപ്പൊരി. രോഷത്തീ ചീറ്റിടും അവൻ വക്കത്തുള്ള മരങ്ങളെ ക്ഷണം കൊണ്ടേ ഭസ്മമാക്കി യുഗാന്തക്രൂരനായവൻ. ഇത്രയധികം ശക്തി ഉണ്ടായിരുന്നു ആ വിഷത്തിന്. ആ വിഷം ചീറ്റിയപ്പോൾ നദിക്കരയിലുണ്ടായിരുന്ന വൃക്ഷങ്ങൾ പോലും ദഹിച്ചു പോയിന്ന അത്ര ഭീകരനായിരുന്നു. എന്നിട്ട് ആ കൃഷ്ണൻ്റെ അടുത്ത് വന്നിട്ട് കൈ മെയ്യുവനങ്ങാതായി നിശ്ചലാദ്രി കണക്കിന് വിഷനീരൊഴുകും തീക്ഷ്ണ പല്ലിനാൽ കൊത്തിനാനവൻ. ഗംഭീരമായ വിഷത്തോടു കൂടി വന്നിട്ട് വായ വളർന്നിട്ട് ഈ കൃഷ്ണൻ ചെറിയ കുട്ടിയാണ്, ശരീരങ്ങളിലൊക്കെ ഭാഗവത്തിലുണ്ടത്. രുഷ ക്രോധത്തോടു കൂടിയിട്ട് സഛാദ എന്നാണ്. പക്ഷെ ഭഗവാൻ ഇങ്ങനെ ഈ കെട്ടിൽപ്പെട്ട് കിടക്കുമ്പോൾ ഗോപന്മാരൊക്കെ ദൂരെ നിന്ന് പറഞ്ഞു. ആപ്പാടെ പരിഭ്രമിച്ചു. ഞങ്ങൾ മുതിർന്നവരോട്, ഗോവസ്ത്രീകളോടും നന്ദഗോപരോടും യശോദയൊക്കെ പറയാൻ വേണ്ടിയിട്ട് തങ്ങളുടെ വീടുകളിലേക്ക് ഓടി. അവരാപ്പാടെ വിചാരിച്ചു ഈ പാമ്പിൻ്റെ കെട്ടിൽപ്പെട്ടിട്ട് ഞങ്ങളുടെ കൃഷ്ണൻ, ഞങ്ങൾക്ക് പ്രാണപ്രിയനായ കൃഷ്ണൻ ഇതോടുകൂടി നശിച്ചു പോകുന്നവർ പേടിച്ചു. ഗോപന്മാർ പറയാണ്, ഇതാ മോഹിച്ചു പോയി കണ്ണൻ കാളിയെ കയമാണ്ടവൻ സർപ്പരാജ തീറ്റയായി വരുവിൻ താമസിക്കൊല.
ഞാൻ ഓടി വരുമെന്നൊക്കെ വിളിച്ചു പറഞ്ഞു ഞാൻ. ഉടനെ ബലനോടൊത്താ നന്ദഗോപനോതുവിൻ കയത്തിൽ കണ്ണനെ സർപ്പമിതാ കർഷിപ്പതെന്നുടൻ. ഈ സർപ്പത്തിന് പിടിപ്പെട്ടിട്ട് കൃഷ്ണൻ നാശം വരുന്ന ചോദിച്ചാൽ അവർ ഭയന്നു. നന്ദഗോപാദി ഗോപന്മാരൊക്കെ കണ്ണീരണിഞ്ഞവർ. അപാലവൃദ്ധവനിത എന്നൊക്കെ ഭാഗവതത്തിലുണ്ട്. വൃദ്ധന്മാരും കുട്ടികളും മരുന്നുകളും ഒക്കെ കൃഷ്ണൻ എന്തോ അപകടം പറ്റിയെന്ന് വിചാരിച്ചിട്ട് ആ തുടിക്കുന്ന ഹൃദയത്തോടെ വന്നു. അവരൊക്കെ കരയ്ക്ക് നിന്നിട്ട് സങ്കടത്തോടെ നോക്കി എന്നൊക്കെ അവിടെ കാണാം. ഹാഹായെന്നാർത്തു കൊണ്ടിട്ട് ആ കയത്തിൻ വക്ക് നിൽപ്പുമായി നാണിച്ചു വിസ്മയപ്പെട്ടു ശോകാർത്തിപ്പെട്ടു വീണ്ടുമേ ചിലരുണ്ണി ഹാഹാ എന്നും ഹാ ധിക്കെന്നും ഇതിൽ ചിലർ ഹാഹാ നിലവിളിച്ചു. വലിയ കഷ്ടമായി പോയി എന്ന് പറഞ്ഞു. ചെല്ലു പറഞ്ഞു, യശോദയോട് പറഞ്ഞു, ഹാഹാ നീ ഹതയെന്നാർത്തു, കാര്യമൊക്കെ നീ ഹതയാണ്, നീ കൊല്ലപ്പെട്ട പോലെയായി എന്നർത്ഥം. നിന്റെ പുത്രൻ്റെ കാര്യം കഷ്ടമാണ്. സർപ്പരാജ വശത്തിഷ്ടാപുത്രനെ പാർത്തു കൺകു നീ. ഇങ്ങനെ രക്ഷിക്കേണ്ട ആർക്ക് മനസ്സിലായില്ല. അവനെ പരിഭ്രമിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ജനങ്ങളുടെ ഈ പരിഭ്രമവും തൻ്റെ ബന്ധുക്കൾക്കും തൻ്റെ അച്ഛനമാർക്കൊക്കെ അമിതമായ ദുഃഖത്തിന് കാരണമായി കണ്ടപ്പോൾ ഭഗവാൻ ഈ കെട്ടൊക്കെ പൊട്ടിച്ചിട്ട് സാവകാശം വെള്ളത്തിൻ്റെ മേലേക്ക് പൊങ്ങി വന്നു. ഞാൻ നന്ദഗോപുരകേഴുവതും യശോദ കരയുന്നതും ഏകഭാവ ശരീരജ്ഞേനേകതൻ ദ്വിധാസ്ഥിതൻ. അത് ഈ രാമനും കൃഷ്ണനും ഒരേ ശക്തികൾ തന്നെയാണ്, ദ്വിധ രണ്ടായിട്ട് സ്ഥിതി ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ കൃഷ്ണൻ ഇങ്ങനെ വിഷമത്തിലായി കണ്ടപ്പോൾ ബലരാമൻ വിളിച്ചും പറഞ്ഞു, കൃഷ്ണ കൃഷ്ണ മഹാബാഹോ ഗോവർക്കാനന്ദവർദ്ധന, ഗോപന്മാരുടെ ആനന്ദം വർദ്ധിപ്പിക്കുന്നവനാണ് നീ. അങ്ങനെയുള്ള നീ എന്ത് ചെയ്യരുത്, ഇവരെങ്ങനെ വിഷമിപ്പിക്കരുത്. അതുകൊണ്ട് ഈ പാമ്പിൻ്റെ പിടിയിൽ നിന്ന് മോചനം നേടിയിട്ട് വരൂ എന്ന് പറഞ്ഞു. ഉണ്ണി നീ മർത്യനെന്നോർത്തി അസ്മൽ ബാന്ധവർ ഹേ വിഭോ. ബലരാമന് കൃഷ്ണൻ്റെ അവതാര രഹസ്യങ്ങളൊക്കെ അറിയാം. ബലരാമൻ കൃഷ്ണനോട് പറയുകയാണ്, നീ വെറും ഒരു മനുഷ്യക്കുട്ടിയാണെന്ന് വിചാരിച്ചിട്ടാണ് ഇവരിങ്ങനെ സങ്കടപ്പെടുന്നത്. അങ്ങനെയല്ല, നിനക്ക് ഈ സർപ്പത്തെ നിസ്സാരമായി കൈകാര്യം ചെയ്യാൻ സാധിക്കും, അതിനെ വെല്ലാൻ സാധിക്കുമെന്ന് കാണിച്ചു കൊടുക്കൂ എന്നൊക്കെ പറയാൻ. ദുഃഖിച്ചു കരയുന്നല്ലോ മുറ്റും മാനുഷബുദ്ധികൾ. ഇങ്ങനെ സൂചിപ്പിച്ച് പറഞ്ഞപ്പോൾ കൈകൊടഞ്ഞു വിക്രമിച്ചു നാഗബന്ധം കളഞ്ഞവൻ. കൈകാലുകളൊക്കെ ശക്തിയായി കുടച്ചു. ഈ പാമ്പിൻ്റെ പിടിയൊക്കെ വളരെ നിസ്സാരമാണ്. അതിൻ്റെ ഈ ചുറ്റിവരിയിലൊക്കെ ഇല്ലാതായി. അതുപോലെ അതിൻ്റെ ഫണങ്ങളിൽ കൈകൊണ്ട് ബലമായി പിടിച്ച് ആ ഫണം പിടിച്ച് താഴ്ത്തിയിട്ട് അതിൻ്റെ മേലേക്ക് കയറിയത്. കണ്ണൻ കൈക്കൊണ്ടവനുടെ പടം താഴ്ത്തി പിണിച്ചതേ അവൻ്റെ വൻപിച്ച നടുപ്പടത്തിൽ കയറി ഊക്കൊടും രുചിരാംഗതനാം കൃഷ്ണൻ നൃത്തം വെച്ചു ശിരസിലായി. പ്രതീകാത്മകമായിട്ട് പറയാറുള്ളത് ഈ സർപ്പത്തിൻ്റെ ഓരോരോ തലയിലും ചവിട്ടി, ചെറിയ കാലാണെങ്കിലും വലിയ പർവ്വതം വന്ന് വീഴുന്നത് പോലെ ആ കാളിന് തോന്നിയതാണ്. കാരണം ലോകത്തിനെവിടെയും ഭാരം വഹിക്കുന്ന ആളാണ് ഭഗവാൻ. ആ ഭഗവാന്റെ കാലടിപ്പാടുകൾ ഓരോ തലയിൽ വന്ന് കൊണ്ടപ്പോൾ അത് താഴ്ന്നു. പക്ഷേ കാളിയൻ അഭിമാനവും അഹങ്കാരത്തോടു കൂടി മറ്റേ ഫണങ്ങളൊക്കെ പൊക്കി പിടിച്ചു. ഇപ്പം ഞാനിനി തോൽക്കില്ല എന്നുള്ള മട്ടിൽ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയും. ഇവിടെ അത്രയൊന്നും വിസ്തരിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ നൂറുകണക്കിന് ഫണങ്ങളിൽ തത്തന്മർദ്ദ എന്ന് ഭാഗവത്ത് കാണാം. ഏതൊന്നാണോ ഉയർന്നു വന്ന് അതിനെ ഭഗവാൻ ചവിട്ടി താഴ്ത്തിയതാണ്. ചവിട്ടി താഴ്ത്തിയപ്പോൾ കാളിയൻ താൻ തോറ്റു കൊടുക്കുന്നവനല്ല എന്ന മട്ടിൽ മറ്റേ ഫലങ്ങൾ ഇങ്ങനെ പൊക്കി പിടിച്ചപ്പോൾ അങ്ങോട്ട് ചാടി. നമ്മൾ സാധാരണ പറയില്ലേ, തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്നൊക്കെ പറയല്ലോ. അതേപോലെ കാളിയൻ അഹങ്കാരം കൊണ്ട് ഓരോരോ ഫലവും പൊക്കി പിടിച്ചു. ആ പൊങ്ങി വരുന്ന ആ ഫലങ്ങളിലൊക്കെ ചവിട്ടി നിരപ്പാക്കി ഭഗവാൻ. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ അയാളെ ആകപ്പാട് അവശനായി, രക്തം ഛർദ്ദിച്ചു. ആ സമയത്ത് തങ്ങളുടെ ഭർത്താവ് വലിയ കഷ്ടത്തിലാണ്, ഇയാളുടെ ജീവൻ ഇപ്പോൾ പോകുന്നത് കണ്ടിട്ട് നാഗസ്ത്രീകൾ വന്നിട്ട് ഭഗവാൻ സ്തുതിച്ചു എന്നൊക്കെയാണ് ഭാഗവതത്തിൽ. ഇവിടെ നാഗസ്ത്രീകളുടെ വരവോ സ്തുതിയൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ കുറേ മതിച്ച് കഴിഞ്ഞപ്പോൾ കാളിയനെന്ന് എന്ത് മനസ്സിലായി, തൻ്റെ കാര്യം വളരെ അബദ്ധത്തിലാണ് ചെന്ന് ചാടുന്നതെന്ന് പറഞ്ഞിട്ട് മനസാ സ്മരാമ ഭാഗത്ത് മനസ്സുകൊണ്ട് ആ ഭഗവാനെ തന്നെ സ്മരിച്ചു എന്നാണ്. അപ്പോഴാണ് ഭഗവാൻ തൻ്റെ കാലുകൾ പിൻവലിച്ചു. കാളിയനോട് പറഞ്ഞു, നിന്നെ വധിക്കണം ഞാൻ വിചാരിച്ചിട്ടില്ല, എൻ്റെ അഹങ്കാരം ശമിപ്പിക്കാനേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അനേകം പക്ഷിമൃഗാദികൾക്കും കുട്ടികൾക്കൊക്കെ ആശ്രയമായിരിക്കുന്ന ഈ യമുനാ നദി ഇങ്ങനെ നിന്റെ വിഷം കക്കി വിഷജലമാക്കി തീർക്കരുത്, ഇവിടെ സമുദ്രത്തിലേക്ക് പോയിക്കോളൂ എന്ന് പറയാൻ. ഇതാണ് കാളിയൻ പറഞ്ഞ കഥ. ഇവിടെ കാളിയൻ പറയുന്നതാണ്, അവിടെ ഭാഗവത്തിൽ മനോഹരമായ സ്തുതിയാണ്. കാളിയൻ പറയുന്നുണ്ട്, അനുഗ്രഹം നിഗ്രഹം വാ പറയുന്നില്ല. അങ്ങ് അനുഗ്രഹിച്ചാലും വേണ്ട നിഗ്രഹിച്ചാലും വേണ്ടില്ല, ഞാൻ അങ്ങേക്ക് വിധേയനാണ്. എനിക്ക് വിഷമുണ്ടായി എന്നുള്ളതോ ക്രോധം ഉണ്ടായി എന്നുള്ളതോ യഥാർത്ഥ ഞങ്ങളുടെ കുറ്റമല്ല. അല്ലെങ്കിൽ ഭഗവാനെ നിങ്ങൾ ഓർമ്മിക്കണേ എന്ന്
കാളിയൻ സമർത്ഥമായിട്ട് പറയുന്നുണ്ട്. കാരണം സർപ്പങ്ങൾക്ക് വിഷമുണ്ടാവണമെന്നും ക്രോധം ഉണ്ടാവണമെന്നും കൽപ്പിച്ചു ആരാണ്? ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ അതിന് കാരണക്കാരെന്ന് പരോക്ഷമായിട്ട് പറയാൻ എൻ്റെ ദോഷമല്ല എന്നർത്ഥം. നമുക്ക് ആലോചിച്ചാറിയാം, ഈ സർപ്പങ്ങൾക്ക് വിഷമുണ്ടായത് അവർ കള്ളക്കടത്തായിട്ട് കടത്തിക്കൊണ്ടുവന്നല്ല വിഷം. അത് ജന്മന അങ്ങനെയാണ്, ഈശ്വരൻ്റെ സൃഷ്ടിയിൽ തന്നെ അത് വിഷത്തോടു കൂടിയതാണ്. അതുകൊണ്ട് ഞങ്ങൾക്കല്ല അതിൻ്റെ കുറ്റന്നാണ്. അതൊക്കെ രസമായിട്ട് അവിടെ പറയുന്നുണ്ട്. ഇവിടെ അങ്ങനെയൊന്നും പറയും. ഇവിടെ പറയുന്നത്, കൃഷ്ണ ഞാൻ അറിയാഞ്ഞിട്ടു രോഷം കാണിച്ചത് ഇങ്ങനെ, ഞങ്ങളുടെ യോഗ്യത മനസ്സിലായില്ല എന്നാ. ആർക്കു കീഴാവേണ്ടുവൻ ജീവൻ വിട്ടു തരേണമേ, പക്ഷെ കൊല്ലരുതേന്ന് മാത്രം പ്രാർത്ഥിച്ചു എന്നാണ്. ഭഗവാൻ പറഞ്ഞത്, വധിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല, നിന്റെ അഹങ്കാരം നിൽക്കണമെന്ന് വിചാരിച്ചിട്ടുള്ളൂ. ഇവിടെ ഈ യമുനാനദിയിൽ വന്നിട്ട് അനേക ജനങ്ങൾക്ക് വിഷമം ഉണ്ടാക്കരുത്, അതുകൊണ്ട് പൊയ്ക്കോളൂ. കടൽ വെള്ളം പോക പാമ്പേ ഭാര്യാബാന്ധവരൊത്തു നീ, ബന്ധുക്കളോടും കുടുംബക്കാരോടൊക്കെ കൂടിയിട്ട് സമുദ്രജലത്ത് പോയി താമസിച്ചോളൂ. നീ ഗരുഡനെ ഭയന്നിട്ടാണ് അവിടെ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വരാൻ കാരണം, ഈ ഗരുഡൻ കാളി നദിയിലേക്ക് വരില്ല. കാരണം ഒരു മഹർഷിൻ്റെ ശാപം ഉണ്ടായിരുന്നു, നീ കാളിന്തിയിൽ ഒന്ന് മത്സ്യങ്ങളൊക്കെ പിടിച്ചാൽ നിന്നെ തല പൊട്ടിത്തെറിച്ച് പോകട്ടെ എന്ന് സൗഭരി എന്ന് പറയുന്നൊരു മഹർഷി വേണ്ടി ശപിച്ചിട്ടുണ്ട്. ആ സൗഭരിയുടെ കഥയൊക്കെ ഭാഗവതത്തിലുണ്ട്. അതുകൊണ്ട് ഈ ശാപഭയം കൊണ്ട് ഗരുഡൻ ഇവിടെ വരില്ല. അത് ആ ആശ്വാസം ഉള്ളത് കൊണ്ടാണ് കാളിനോട് ഒന്ന് വാർപ്പാക്കിയത്. ഇപ്പോൾ ഭഗവാൻ പറഞ്ഞു, എൻ്റെ മൽപ്പതലാഞ്ചനം എന്ന് ഭാഗവതമാണ്. എൻ്റെ കാലിൻ്റെ അടി നിൻ്റെ തലയിൽ ഒരു അടയാളമായിട്ടുണ്ടാവും. അതുകൊണ്ട് എൻ്റെ വാഹനമായിരിക്കുന്ന ഗരുഡൻ, എനിക്ക് കീഴിലിരിക്കുന്ന ഗരുഡൻ നിന്നെ ദ്രോഹിക്കില്ല, അതുകൊണ്ട് പൊയ്ക്കൊള്ളൂ എന്ന് പറയാൻ അങ്ങനെ പറഞ്ഞു വെച്ചു എന്ന് പറയാൻ. ഇവിടെ പറയുന്നുണ്ട്, എൻ കാലടിപ്പാട് നിന്റെ തലക്കൽ കാൺകിലാഴിയിൽ ഗരുഡൻ പ്രഹരിക്കില്ല പന്നകാരാതി നിന്റെ മേൽ. അങ്ങനെ പറഞ്ഞയച്ചു. സർപ്പത്തിന് ജയിച്ചു. ഇതാണ് കാളിയെ പറഞ്ഞത്. ഇവിടെയൊക്കെ കൃഷ്ണാവതാരത്തിൽ സമസ്തരുടെ അഹങ്കാര ശമിപ്പിക്കൂടി അക്ഷരം ചെയ്തത്. കംസവധം വരെയുള്ള ഭാഗത്തൊക്കെ അങ്ങനെ കാണാം. ആരൊക്കെയാണോ ഞങ്ങൾ വലിയ കേവന്മാരാണ് എന്നൊക്കെ വിചാരിക്കുന്നത്, അവരുടെ അഹങ്കാരമാണ്. ഇന്ദ്രൻ്റെ അഹങ്കാരം നശിച്ചു, കാമൻ്റെ അഹങ്കാരം നശിപ്പിച്ചു, അങ്ങനെ പലരുടെയും, വരുണൻ്റെത്, ഇങ്ങനെയൊക്കെ ഭാഗവതത്തിലെ കഥകളിൽ കാണാം. ഇതൊക്കെ ഒരു അഹങ്കാര ശമനത്തിൻ്റെ കഥകൾ കൂടിയാണ്. അതായത് ഇങ്ങനെ സർപ്പത്തിനെ ജയിച്ചിട്ടു കയറി നിൽക്കുന്ന കണ്ണനെ വിസ്മയിച്ചു പുറത്തിതാൻ വലം വെച്ചത് പോവരും. ആൾക്കാർക്ക് വെള്ളക്കയമായിട്ട് ആ കൃഷ്ണൻ്റെ വിജയത്തെ ആഘോഷിച്ചു. നന്ദഗോപൻ അനുമോദിച്ചു. അങ്ങയുടെ മകൻ വീരനാണ്, ലോകത്തിന് മുഴുവൻ ആരാധ്യനായി തീർന്ന രക്ഷകനാണ് എന്നൊക്കെ പറഞ്ഞു പുകഴ്ത്തി. ഇങ്ങനെയൊക്കെയാണ് ആ കഥ പറഞ്ഞത്. പിന്നെ 13-ാം അധ്യായത്തിൽ ധേനുകവധം എന്ന് പറയുന്ന ചെറിയൊരു ഭാഗമാണ്, 26 ശ്ലോകങ്ങളിൽ. ധേനുകൻ എന്ന് പറഞ്ഞ അസുരൻ ഒരു വലിയ പനങ്കാട്ടിൽ താമസിക്കുകയാണ്. അവിടെ പനമ്പഴങ്ങൾ ആയിരക്കണക്കിന് നിലത്ത് വീഴുന്നുണ്ട്. പക്ഷേ ഈ മാംസം തിന്നുന്നവനായ ഈ ധേനുകാസുരൻ യഥാർത്ഥത്തിൽ അയാൾ കഴുതേൻ്റെ രൂപത്തിലാണ്. അയാൾക്ക് യഥാർത്ഥത്തിൽ ഈ പനമ്പഴങ്ങൾ ആവശ്യമില്ല, കാരണം അയാൾ മാംസഭോജിയാണ്. എന്നാൽ ഒരു ജീവജാലത്തെയോ പക്ഷികളെയോ ഒന്നും ഈ പഴം തിന്നാൻ, പഴം എടുക്കാൻ സമ്മതിച്ചില്ല എന്നാണ്. അപ്പോൾ ബലരാമനോട്, കൃഷ്ണനാണ് സ്വതേ അത്ഭുതകൃത്യങ്ങളോ ചെയ്യുന്നത്. ചില യോഗ്യതകളൊക്കെ ജ്യേഷ്ഠനുണ്ടായിക്കോട്ടെ, നോട്ടിൽ ജ്യേഷ്ഠനെ വിട്ടുകൊടുക്കുക ഈ ധേനുകാസുരനെ നേരിടാൻ. ആ കഥയാണ് പറയുന്നത്. അപ്പോൾ കുട്ടികൾ എന്നിട്ട് പറഞ്ഞു, ഇവിടെ താലാളി സങ്കുലം, ഈ പനമ്പഴങ്ങൾ വീഴുന്ന സ്ഥലമുണ്ട്, പക്ഷേ ഈ അസുരനെ കൊണ്ട് അങ്ങ് കടക്കാൻ വയ്യാന്ന് ഗോപന്മാർ വന്ന് പരാതി പറഞ്ഞപ്പോൾ ബലരാമൻ അവിടെ ചെന്നു. വലിയ മരങ്ങൾ പിടിച്ചു കുലുക്കി, അതിൽ നിന്ന് ആയിരക്കണക്കിന് കായകൾ താഴെ വീണു. അപ്പോൾ ഈ അസുരൻ ക്രുദ്ധനായിട്ട് അവരെ വധിക്കാനൊക്കെ ഉള്ള വരുന്നതും, ബലരാമനാകട്ടെ അതിനെ കാലുകളിൽ പിടിച്ചിട്ട് ഭ്രാമയിത്വ എന്ന് പറഞ്ഞത്, അത് കാലിൽ പിടിച്ചിട്ട് തലയ്ക്ക് ചുറ്റുമായിട്ട് കറക്കി വനവൃക്ഷങ്ങളും അടിച്ചു കൊന്നു കളഞ്ഞു. ഇതേ ഉള്ളൂ അവിടെ വിഷയം. വൻപിച്ചണൽ പനങ്കാടു കണ്ടെത്തി വീരരാമവർ ഗോവർദ്ധനത്തിൻ്റെ വടക്കായി കാളിന്തി വക്കിലായി. അവിടെയാണ് ആ വനം. അവിടെ അപ്പോൾ കൃഷ്ണൻ പറയാണ്, പനങ്കായ്പഴങ്ങൾ മണമൊത്തൊന്നീ വര സ്ഥലം ഇമ്മട്ടി വെക്കെങ്കിൽ മണം മാധുര്യ ഘ്രാണതർപ്പണം. ഇത്രയധികം കൊതിപ്പിക്കുന്ന മണമുള്ളതായി ഈ പഴങ്ങൾക്ക് സ്വാദും അതുപോലെ ഉണ്ടാവുമെന്നാണ് വിചാരിക്കേണ്ടത്. അതുകൊണ്ട് നമുക്കിത് ഈ പഴങ്ങൾ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിന് തടസ്സം നിൽക്കുന്നതായ ധേനുകാസുരനെ കൊല്ലണം എന്ന് പറയാൻ. അപ്പോൾ ഇങ്ങനെയാണ് ഈ പനമ്പഴങ്ങളൊക്കെ താഴത്ത് വീഴ്ത്തി കാവിയടിക്കുമ്പോൾ ഇളകാ താലധ്വനി കേട്ടവൻ അസുരൻ എന്ത് ചെയ്തു? താലസ്വനം ഗജം പോലെ പുറത്തില്ല ചൊടിച്ചവൻ ഒറ്റയ്ക്കെതിർത്തു സംക്രുദ്ധൻ ദപ്പോദ്ധൂത സടാമുഖൻ എന്നൊക്കെയാണ്.
സ്തബ്ധാർത്ഥൻ പ്രേക്ഷിതം ചെയ്തും. അയാൾ കുതിരയുടെ രൂപത്തിൽ ഇയാളുടെ അനുയായികളൊക്കെ കഴുതേൻ്റെ രൂപത്തിൽ വരും. ഇതിനൊക്കെ ഒരു സ്വഭാവക്കാരനാണ്. എന്ന് പറഞ്ഞാൽ ഈ മായാവിധികളൊക്കെ ഉണ്ടല്ലോ അസുരന്മാർക്ക്, പല രൂപത്തിലാണ് അദ്ദേഹം വന്നിട്ട് എതിർത്തു. ബലരാമനാകട്ടെ പനഞ്ചുവട്ടിലായി കണ്ട ധ്വജഭവ്യമൂർത്തിയെ ദന്തായുധൻ ദുഷ്ടകരം കടിച്ചു ബലഭദ്രനെ പിന്തിരിഞ്ഞിട്ടവൻ പിൻകാലെറിഞ്ഞങ്ങനെ വീണ്ടുമേ. പിൻകാലം കൊണ്ട് ബലരാമനെ മർദ്ദിക്കാൻ നോക്കിയതാണ്. രാമനാകട്ടെ കാലുകളിൽ പിടിച്ചിട്ട് വീശി കഴുത്തും തലയും പനയിന്മേലടിക്കവേ ഈ തലയ്ക്ക് ചുറ്റും കറക്കിയിട്ട് പനയോടടിച്ചു. അത് എല്ലും തുടയൊക്കെ പൊട്ടിയിട്ട് കഴുത്ത് കടി തണ്ടല്ലും തുടയും പൊട്ടിയാഖരം കഴുകാന്നർത്ഥം. വികൃത അങ്കൻപനങ്കയൊത്തു വീണിത് ഭൂമിയിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികളും ഒക്കെ വന്നു, ജ്ഞാതികരങ്ങൾ എന്നൊക്കെയാണ്. അപ്പോൾ അവരൊക്കെ എല്ലാവൻ പ്രത്യേകിച്ച് ഒരു ക്ലേശമില്ലാതെ കൊല്ലുകയും ചെയ്തു. കൂട്ടത്തോടെ കഴുതയാൻ ദൈത്യനെ കൊന്നു വിട്ടതിൽ രമ്യമാ താലവനെ ഏറ്റവും രമ്യമായിതേ. ഇങ്ങനെ കഴുതേൻ്റെ രൂപത്തിൽ ഒന്നായ ധേനുകാസനെയും വധിച്ചു. ഇതൊക്കെയാണ് ഭഗവാന്റെ ദേവാന്റെ കഥകൾ. ഇനിയുള്ളത് മറ്റു ചില അസുരന്മാരെ നേരിടുന്നതും ഭഗവാന്റെ ബുദ്ധിസാമർഥ്യം കൊണ്ട് പല അപകടങ്ങളിൽ നിന്നും ഗോപന്മാരെയും കുട്ടികളൊക്കെ രക്ഷിക്കുന്നതൊക്കെ കഥകളാണ്. അതൊക്കെ ഇനി അടുത്ത ഭാഗത്ത് കേൾക്കാം. തൽക്കാലം ഇവിടെ ഉപസംഹരിക്കുകയാണ്. നമസ്കാരം.